Welcome back to our English class. So, മക്കളെ നമ്മുടെ the train, the little engine that could എന്ന് പറയുന്ന പാഠം നമ്മളത് കഴിഞ്ഞു. നമ്മൾ അതിൽ ഒത്തിരി ആക്ടിവിറ്റീസ്, ഫസ്റ്റ് ആക്ടിവിറ്റി, സെക്കൻഡ് ആക്ടിവിറ്റി ഒക്കെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അതിൽ ചെയ്തു അല്ലേ. Now today we are going to begin a new activity. Okay, ഇന്ന് നമ്മൾ ആ പാഠത്തിൻ്റെ പുതിയൊരു ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇവിടെ നോക്കിയത് ഇറ്റ് ഈസ് ബേസിക്കലി എന്താണ്, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു അവർ ഗ്രാമർ. നമ്മുടെ ഗ്രാമറിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് നമുക്ക് എന്ത് ഈ ഒരു 6th ആക്ടിവിറ്റി. ഓക്കെ, 6th one. ഓക്കെ, ഇതിലെ ക്വസ്റ്റ്യൻ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണേ. ഇൻ ദ സ്റ്റോറി ദ ലിറ്റിൽ എൻജിൻ സേസ് ഐ തിങ്ക് ഐ ക്യാൻ അല്ലേ. നമ്മൾ ലിറ്റിൽ എൻജിൻ എന്ത് പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നുണ്ട് ഐ ക്യാൻ, എനിക്ക് പറ്റും എന്നുള്ളത് അല്ലേ. അപ്പം നമ്മൾ ഈ പാഠം പഠിക്കുന്ന സമയത്ത് ഒരുപാട് നമ്മൾ ക്യാൻ അത് ഉപയോഗിക്കുന്ന രീതിയൊക്കെ നമ്മൾ അന്ന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൗ ടു യൂസ് ക്യാൻ, എന്താണ് ക്യാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്, അതൊരു ചോദ്യമാക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക, ഇതൊക്കെ നമ്മൾ അന്ന് ക്ലാസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്ക്, നമ്മൾ ലിറ്റിൽ എൻജിൻ ആ പാഠത്തിൽ എപ്പോഴും പറഞ്ഞത് ഐ തിങ്ക് ഐ ക്യാൻ, എനിക്ക് തോന്നുന്നു എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ളത്. ആസ് യുവർ ഫ്രണ്ട്സ് ഇഫ് ദേ ക്യാൻ ഡു വാട്ട് ദേ സീ ഇൻ ദ പിക്ചേഴ്സ്, നിങ്ങളോട് നിങ്ങൾ കൂട്ടുകാരോട് ചോദിക്കാനാണ് പറഞ്ഞത്. ഈ പിക്ചേഴ്സിൽ കാണുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിക്കണം. ഓക്കെ, റൈറ്റ് ഡൗൺ യുവർ ക്വസ്റ്റ്യൻസ് ആൻഡ് ദ പോസിബിൾ റെസ്പോൺസസ്. നിങ്ങളെടുത്ത് ഇവിടെ അവരോട് ചോദിക്കുന്ന ക്വസ്റ്റ്യനും അതേപോലെ അതിൻ്റെ അവർ പറയാൻ സാധ്യതയുള്ള ഉത്തരങ്ങളും എന്ത് ചെയ്യാനാണ്, ഇവിടെ എഴുതാനാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്ക്, നമുക്ക് ഇവിടെ 6 പിക്ചേഴ്സ് നമുക്കുണ്ട് അല്ലേ. ഒന്ന് സ്വിമ്മിങ് ആണ്, ഫുട്ബോൾ കളിക്കുന്നതാണ്, ഡാൻസിങ് ആണ്, സിംഗിങ് ആണ്, എന്താണ്, അതേപോലെ ഇറ്റ് ഈസ് റീഡിങ് അല്ലെങ്കിൽ സ്റ്റഡിങ് ആണ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് റൈറ്റിംഗ് അല്ലേ, എഴുത്തുമുണ്ട്. ഇവിടെ നോക്ക്, നമുക്ക് 2 പാർട്ടായിട്ട് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് വൺ എന്താണ്, ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ നമ്മൾ നോക്ക് ക്യാനിലാണ് ചോദിക്കുന്നത് അല്ലേ. ക്യാനിലാണ് തുടങ്ങുന്നത്, ഓക്സിലറി വെർബ് ക്യാനിലാണ് തുടങ്ങുന്നത്. മൊഡൽ വെർബാണ് ഇത് ക്യാൻ അല്ലേ. ക്യാൻ യു സ്വിം. അപ്പോൾ ക്യാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, കഴിയുക. കനോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, കഴിയില്ല. അപ്പോൾ കഴിയൂ ഇല്ലേ, ഇത് നമ്മുടെ എന്താ എബിലിറ്റിനെ, നമ്മുടെ ഒരു കഴിവിനെയാണ് ഇത് കാണിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, ക്യാൻ യു സ്വിം, ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയുക, യു എന്ന് പറഞ്ഞാൽ നീ, സ്വിം നീന്താൻ അല്ലേ. അപ്പോൾ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ക്യാൻ യു സ്വിം, നിനക്ക് നീന്താൻ പറ്റുമോ. ക്യാൻ യു സ്വിം എന്നാ ചോദിക്കുന്നത്, നിനക്ക് നീന്താൻ കഴിയുമോ, നിന്നെ കൊണ്ട് നീന്താൻ പറ്റുമോ എന്ന ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമുക്ക് പറയാം യെസ് ഐ ക്യാൻ, എനിക്ക് നീന്താൻ പറ്റും എന്നുള്ളത് നമ്മൾ എന്താ പറയാ, യെസ് ഐ ക്യാൻ. ഇനി അടുത്ത എന്താണ്, നോ ഐ കാൺട്ട് അല്ലേ. എനിക്ക് നീന്താൻ അറിയില്ല എന്ന് പറയണം. അപ്പൊ നോ പറഞ്ഞാൽ ഇല്ല, എനിക്ക് എന്ന് പറഞ്ഞാൽ എന്താ, എനിക്കറിയില്ല, അറിയില്ല എന്നെന്താണ് അല്ലേ, എനിക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയും, കനോട്ട് എന്ന് പറഞ്ഞാൽ കഴിയില്ല. നോക്കടാ, ക്യാൻ, സോറിയാ മക്കളെ ശ്രദ്ധിക്കടാ, ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയുക. നോക്ക്, കനോട്ട് എന്ന് പറഞ്ഞാൽ കഴിയില്ല. സോ ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയുക, കനോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, കഴിയില്ല. അപ്പൊ കനോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, കഴിയില്ല. ഇവിടെ നോട്ട് വന്നു അല്ലേ. ഇവിടെ നോക്കടാ, നോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇല്ല എന്നാണ് അർത്ഥം. അപ്പൊ ക്യാൻ നോട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയില്ല. അപ്പൊ യെസ് ഐ ക്യാൻ, ഓഫ് കോഴ്സ് ഐ ക്യാൻ സ്വിം, എനിക്ക് എന്താണ് അടിപൊളിയായിട്ട് സ്വിം ചെയ്യാൻ അറിയാം. നോ ഐ കനോട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വിം ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ചോദിക്കണം. അപ്പൊ ഫസ്റ്റ് വൺ നമ്മൾ എന്താണ്, ഹിയർ വൺ മോർ ടൈം വി ആർ റിപ്പീറ്റ്. ഓക്കെ, നോക്ക് ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുക, ക്യാൻ യു സ്വിം. നിങ്ങൾ ചോദ്യം നിങ്ങളുടെ കൂട്ടുകാരോട്, നിനക്ക് സ്വിം ചെയ്യാൻ പറ്റുമോ. യെസ് ഐ ക്യാൻ സ്വിം, എനിക്ക് സ്വിം ചെയ്യാൻ പറ്റും. പക്ഷെ കനോട്ട് എന്ന് പറയുന്നതോ, ഇല്ല എനിക്ക് സ്വിം ചെയ്യാൻ കഴിയില്ല. നോ ഐ കനോട്ട് സ്വിം, നോ ഐ കനോട്ട് സ്വിം, ഐ എം സോറി, നോ ഐ കനോട്ട് സ്വിം, ഐ എം സോറി, എനിക്ക് അറിയില്ല, എനിക്ക് കഴിയില്ല നീന്താൻ. അപ്പോൾ ഇതാണ് എന്ത്, ഫസ്റ്റ് വൺ അല്ലേ. നൗ ദ സെക്കൻഡ് വൺ നോക്കണം, റൈറ്റിംഗ് ആണ് അല്ലേ. ക്യാൻ യു റൈറ്റ്, നമ്മൾ ഓതറോട് ചോദിക്കാനേ, ക്യാൻ യു റൈറ്റ്, നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ. യെസ് ഐ ക്യാൻ റൈറ്റ്, ഓഫ് കോഴ്സ് ഐ ക്യാൻ റൈറ്റ്, എനിക്ക് എഴുതാൻ പറ്റും. നോ ഐ എം സോറി ഐ ക്യാൻ നോട്ട് റൈറ്റ്, എനിക്ക് എഴുതാൻ പറ്റൂല. ഐ ഹാവ് എ പെയിൻ ഇൻ മൈ ഹാൻഡ്, എൻ്റെ കയ്യിൽ എന്തുണ്ട്, പെയിൻ, വേദനയുണ്ട്. സോ ഐ ക്യാൻ നോട്ട് റൈറ്റ് ഇൻ മൈ ഹാൻഡ്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഐ ക്യാൻ നോട്ട് റൈറ്റ് വിത്ത് മൈ ഹാൻഡ്, എൻ്റെ കൈ കൊണ്ട് എഴുതാൻ പറ്റൂല. അപ്പോൾ നോക്കുക, യെസ് ഐ ക്യാൻ, നോ ഐ ക്യാൻ നോട്ട് റൈറ്റ്. ഇനി അടുത്തത് നോക്കുക, നിങ്ങൾ ക്യാൻ യു റീഡ്, ക്യാൻ യു റീഡ് എന്താ ചോദിക്കുന്നത്, നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ. ക്യാൻ യു റീഡ്, hey friend, can you read this for me? Hey, നീ ഒന്ന് എനിക്ക്, can you read that chapter for me? നമുക്ക് ചോദിച്ചോട്ടെ, ആ ചാപ്റ്റർ ഒന്ന് എനിക്ക് വേണ്ടി വായിച്ചു തരുമോ. Of course, yes, I can read for you, ഞാൻ നിനക്ക് വേണ്ടി വായിച്ചു തരാം. No, I'm sorry, I cannot read for you, നിനക്ക് വേണ്ടി എനിക്ക് വായിക്കാൻ ഇപ്പം എന്തില്ല, മനസ്സില്ല എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് പറയാം. അപ്പോൾ നോക്ക്, can you read, yes, I can read, no, I cannot read അല്ലേ, ഇങ്ങനെ നമുക്ക് പറഞ്ഞൂടെ. നെക്സ്റ്റ് വന്ന് നോക്ക്, നിങ്ങൾ ഫുട്ബോൾ ആണല്ലേ. Can you play football? Can you play football? നിനക്ക് ഫുട്ബോൾ കളിക്കാൻ കഴിയുമോ.
Yes, I'm a Messi. I can. I love to play football. I can play football. No, 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 no. I am very scared of football, playing football. Sorry, I cannot play football. എനിക്ക് ഫുട്ബോൾ കളിക്കാൻ എന്തില്ല, എനിക്ക് കഴിയില്ല. No, I am a fond of എന്താണ്, I am a cricket person. എനിക്ക് ക്രിക്കറ്റ് ആണ് ഇഷ്ടം. So I don't want to play football. എനിക്ക് ഫുട്ബോൾ കളിക്കേണ്ട. അപ്പോൾ ഇവിടെ നമ്മൾ cannot ആണ് പറഞ്ഞത്. I cannot play football. എനിക്ക് ഫുട്ബോൾ കളിക്കാൻ കഴിയില്ല. നെക്സ്റ്റ് നോക്ക് നിങ്ങൾ, ക്യാൻ യു സിങ് എന്നാണ് ചോദിച്ചത്. അയ്യോ നമ്മുടെ ചിത്രം മാറിപ്പോയല്ലോ അല്ലേ, സിങ്ങിൻ്റെ ഫുട്ബോളിൻ്റെയും. ക്യാൻ യു സിങ് അല്ലേ, ഓക്കെ. ക്യാൻ യു സിങ് എന്നാ ചോദിക്കുന്നത്, നിനക്ക് പാട്ട് പാടാൻ പറ്റുമോ? യെസ് ഐ ക്യാൻ സിങ്. നോ ഐ കനോട്ട് സിങ്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പാട്ട് പാടാൻ പറ്റുമല്ല. നോക്കുക അടുത്ത് നോക്ക്, ക്യാൻ യു ഡാൻസ് എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. ക്യാൻ യു ഡാൻസ്? നിനക്ക് ഡാൻസ് കളിക്കാൻ പറ്റുമോ? ക്യാൻ യു ഡാൻസ്? നിനക്ക് എന്താണ് ഡാൻസ്, ഡാൻസ് കളിക്കാൻ പറ്റുമോ? നോ ഐ കനോട്ട് ഡാൻസ്. എനിക്ക് ഡാൻസ് കളിക്കാൻ കഴിയില്ല. യെസ് ഐ ക്യാൻ ഡാൻസ്. എനിക്ക് എന്താണ്, എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, ഇതാണ് നമ്മുടെ ചോദ്യങ്ങൾ അല്ലേ. ഓക്കെ, അപ്പൊ എന്താണ് ആക്ച്വലി ദിസ് ഇസ് വാട്ട് വി വാണ്ടഡ് ടു ഡു. ഇതാണ് നമുക്ക് ഇന്ന് എന്ത് ചെയ്യാനുണ്ടായിരുന്നത്, ചെയ്യാനുണ്ടായിരുന്നത്. നമ്മുടെ 6th ആക്ടിവിറ്റി എന്ന് പറയുന്നത് യൂസിങ് ഓഫ് അല്ലെങ്കിൽ യൂസ് ഓഫ് ക്യാൻ അല്ലെങ്കിൽ എന്താണ് കനോട്ട് അല്ലേ. നമ്മൾ ക്യാനും കനോട്ടും എങ്ങനെയാണ് ഗ്രാമാറ്റിക്കലി യൂസ് ചെയ്യാം, അതൊരു സെന്റൻസിൽ യൂസ് ചെയ്യുന്ന വിധം നമ്മളിവിടെ പഠിച്ചു. അതൊരു ചോദ്യമാക്കിയിട്ട് മാറ്റുന്ന രീതിയും നമ്മൾ എന്ത് ചെയ്തു, നമ്മളിവിടെ പഠിച്ചു അല്ലേ. ഒരു സെന്റൻസ് ആക്കുന്ന രീതിയും ഒരു ചോദ്യമാക്കുന്ന രീതിയും ഇവിടെ നമ്മൾ എന്ത് ചെയ്ത് നമ്മളിവിടെ പഠിച്ചു അല്ലേ. ചോദ്യമാക്കുന്ന രീതി, നമ്മൾ സെന്റൻസ് ആക്കുന്ന രീതി നമ്മൾ എന്ത് ചെയ്തു, നമ്മളിവിടെ അത് ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായെന്ന് മിസ് വിചാരിക്കുന്നത്. ഇതേപോലെ നെക്സ്റ്റ് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാനുണ്ട്. സോ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദാറ്റ് യു ഓൾ ടേക്ക് കെയർ ആൻഡ് താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് മീ അൻവര ഫ്രം സാലം ലേണിംഗ്.